രാഷ്ട്രീയവൽക്കരിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു. തീർച്ചയായും തിരഞ്ഞെടുപ്പ് അടുത്തതോടെ രംഗത്തെത്തിയ UDF RMPI ജനകീയ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന കോട്ടക്കടവ് മേൽപ്പാല നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ. കോട്ടക്കടവിൽ റെയിൽവേ മേൽപ്പാലത്തിനായി വർഷങ്ങളായി തങ്ങൾ എല്ലാ വിഭാഗത്തെയും കൂട്ടിപ്പിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസം UDF RMPI നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർത്തത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും ഇതേ പാർട്ടി തങ്ങളെ അറിയിച്ചില്ലെന്നും ഇവർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഞങ്ങൾ 1972 കാലത്താണ് കോട്ടക്കടവ് റെയിൽവേ ഗേറ്റ് വേണം എന്നൊരു ആശയം അവിടെയുള്ള ആളുകളുടെ ഇടയിൽ രൂപം കൊണ്ടത്. അതിനെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട CH നാണേട്ടൻ, അയാളിന്നും ജീവിച്ചിരിപ്പുണ്ട്, നാണേട്ടൻ, അബ്ദുള്ള മാഷ്, ഊണിയോത്ത് നാരായണൻ, പൂളക്കണ്ടി ബാലൻ മാസ്റ്റർ, കൂടത്തിൽ നാരായണൻ, കക്കട്ടി വിജയൻ, തുരുത്തിയിൽ ഗംഗാധരൻ, നൊട്ടിൻ്റെ അവിടെ ഭാസ്കരൻ, SNDP കണാരൻ തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പൊതുപ്രവർത്തകരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത്. അപ്പോൾ ഇതിൽ പൂളക്കണ്ടി ബാലൻ മാസ്റ്ററും സഹോദരൻ പൂളക്കണ്ടി രാഘുട്ടി ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവും ഇവരൊക്കെ ചേർന്നുകൊണ്ട് കോട്ടക്കടവ് റെയിൽവേ ഗേറ്റിന് 16 സെൻറ്റ് സ്ഥലത്തോളം സൗജന്യമായി ഈ ഗേറ്റ് പോകുന്ന റോഡിന് വേണ്ടി അവർ സംഭാവനയാക്കി. അതിനുശേഷം ഈ പ്രശ്നം വടകര നഗരസഭയിൽ അന്നത്തെ MK കേളുവേട്ടൻ ചെയർമാനായ സമയത്ത് നാണുവേട്ടൻ കൗൺസിലറാണ് ഈ വിഷയം കൗൺസിൽ ഉന്നയിച്ചത്. കേളപ്പാട്ടൻ അന്ന് കൗൺസിലറായിരുന്നു, അദ്ദേഹം അത് പിന്താങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേളുവേട്ടൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പേരെ ഈ പരിപാടി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചു. അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കൗൺസിൽ ഒന്നടങ്കം ഇത് പാസ്സാക്കുകയും അത് റെയിൽവേ ഗേറ്റ് എന്നുള്ളത് സംഭവം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ഇതിനുവേണ്ടി അതിൻ്റെ ആ യാഥാർത്ഥ്യ അന്നത്തെ ഇവരെ തങ്കസ്വാമി കമ്മീഷണറായിരുന്നു. അന്ന് പണിയെടുത്ത ആളുകളുടെ ഫോട്ടോ ആണ്, അവരെ പേരും കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുണ്ടാകും. 2000 നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതി വന്നത്. അന്ന് K. ശങ്കർക്കുറുപ്പായിരുന്നു ചെയർമാൻ. K. ശങ്കർക്കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ കുഞ്ഞിരാം വക്കീൽ പാലം, അവിടെ നേരത്തെ കടവായിരുന്നു, കുഞ്ഞിരാം വക്കീൽ പാലം ജനകീയാസൂത്രണത്തിൽ രൂപം കൊണ്ടു. അതേപോലെ തന്നെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് P. അച്യുതൻ മാസ്റ്റർ, കോൺഗ്രസിലെ P. അച്യുതൻ മാസ്റ്റർ കുട്ടിയമിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന സംവിധാനം നിലവിൽ വരുത്തി. അന്നത്തെ കൗൺസിലറായിരുന്ന TP ചന്ദ്രാട്ടൻ്റെ വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാക്കയിൽ റോഡ് യാഥാർത്ഥ്യം വലിയ ഇടപെടലായിരുന്നു അത്. അതേപോലെ തന്നെ അച്യുതൻ മാഷും CH രാവണും PK കുമാരൻ ഉൾപ്പെടുന്ന ആളുകൾ മെനക്കെട്ടുകൊണ്ട് കുട്ടിയമിൽ ഭാഗത്തേക്കും കോട്ടക്കടവിൽ നിന്നൊരു റോഡ് ഉണ്ടായി. അങ്ങനെ ഇതോടുകൂടി എന്തുണ്ടായെന്ന് പറഞ്ഞാൽ സാൻഡ് ബാങ്ക്, അതേപോലെ തന്നെ താഴെയങ്ങാടി, കുരിയാടി, വടകര ടൗൺ ഭാഗങ്ങളിലേക്കുള്ള യാത്ര അനുസ്യൂതം വർദ്ധിച്ചു. ഒരുപിടി വാഹനങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ കോട്ടക്കടവ് വല്ലാത്ത തിരക്കനുഭവപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി. ഇത് മനസ്സിലാക്കിയ ആ പ്രദേശത്തെ ആളുകൾ വീണ്ടും ഒത്തുചേർന്നു. അങ്ങനെ 27/8/17 ചീനം വീട് മാപ്പിള LP സ്കൂളിൽ വെച്ച് എല്ലാ വിഭാഗ രാഷ്ട്രീയ പാർട്ടികളും ബഹുജനങ്ങളും സംസ്കാര സംഘടന ഒക്കെ ചേർത്തുകൊണ്ട് ഈ മേൽപ്പാലം അടിയന്തരമായി സ്ഥാപിക്കേണ്ടതിനെക്കുറിച്ചുള്ള ഒരു ആലോചന യോഗം നടന്നു. അതിൽ TP ചന്ദ്രനെ ചെയർമാനായി, അതിൻ്റെ കൺവീനറായിക്കൊണ്ട് കിഴക്കേൽ അശോകനെ കൺവീനറായും VP രാജുവേട്ടനെ ട്രഷററായും അന്ന് തിരഞ്ഞെടുത്തു. MB അഹമ്മദ് മുസ്ലിം ലീഗിൻ്റെ വൈസ് ചെയർമാനായിരുന്നു, അതുപോലെ കൗൺസിലറായിരുന്നു. PM മുസ്തഫ കൗൺസിലറായിരുന്നു, അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അതേപോലെ തന്നെ P. ഗിരീശൻ, പണിയിൽ പവിത്രൻ മാസ്റ്റർ, കോടിയെടുത്ത് രാഘവൻ മാസ്റ്റർ, മരിച്ചുപോയ M. ദാസാട്ടൻ BJPയുടെ, അതേപോലെ തന്നെ കരിമനപ്പാലം ശശിധരൻ, ബാലകൃഷ്ണൻ കോട്ടക്കടവ് റെസിഡൻസ് അസോസിയേഷൻ്റെ ബാലകൃഷ്ണൻ നായർ, അതേപോലെ തന്നെ M. ബിജു കൗൺസിലർ പാക്കേല കൗൺസിലർ, KV സുരേഷ് കറക, ME അസീസ് മസർ ലീഗ് എന്നിവരടങ്ങുന്ന 13 കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ഈ കമ്മിറ്റി ഒരുപാട് ഞാനെല്ലാം ഇവിടെ വിശദീകരിക്കുന്നത് ഒരുപടി പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 2018 കോട്ടക്കടവിൽ അവരാലോചിച്ചതിൻ്റെ ഭാഗമായി ഒരു ബഹുജന കൺവെൻഷൻ തീരുമാനമെടുത്തു. അത് എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ച അന്നത്തെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രനെ അതിനെ ക്ഷണിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ബഹുജന കൺവെൻഷൻ, 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ബഹുജന കൺവെൻഷൻ അന്ന് നടന്നു. 13 ആ ബഹുജന കൺവെൻഷൻ നടന്നതിൻ്റെ ഭാഗമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട 11/1/18 വടകര വെച്ച്
അന്നത്തെ സദേൺ റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് നിവേദനം കൊടുത്തു. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടുന്നു കൂടി പങ്കെടുത്തുകൊണ്ടാണ് ആ നിവേദനം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ആ ഡിവിഷണൽ മാനേജറെ നിർദ്ദേശാനുസരണം അന്ന് അവർ പറഞ്ഞാൽ ഒരു DPR തയ്യാറാക്കി കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ DPR തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ രാജുവേട്ടനും അതേപോലെ തന്നെ TPS ഉൾപ്പെടെയുള്ള ആളുകൾ ഊരാളുകൾ അംഗീകൃത ഏജൻസി ആയിരിക്കണം അത് കൊടുക്കേണ്ടതെന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ ഇവർ ഊരാളുകൾ സൊസൈറ്റിയെ സമീപിച്ചു. 2 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് DPR തയ്യാറാക്കി. ആ DPRൻ്റെ കോപ്പി ഒക്കെ തന്നെ നമ്മൾ റെഡിയാക്കിയപ്പോൾ 2 ലക്ഷം രൂപ അയാൾ പറഞ്ഞു ഏതായാലും പൊതു ആവശ്യമല്ലേ, അത് ഞാൻ ആ പൈസ വേണ്ട എന്ന് വെച്ചു. അങ്ങനെ യൂറാംഗ്ലസ് സൊസൈറ്റി സൗജന്യമായിട്ടാണ് ആ DPR തയ്യാറാക്കി തന്നത്. ഇതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2020 അന്നത്തെ MP ആയിരുന്ന മുരളീധരന് വീണ്ടും നിവേദനം കൊടുത്തു, DPR കൊടുത്തു. അദ്ദേഹത്തിന് 3 പ്രാവശ്യം ഞങ്ങൾ ഇത് കൊടുത്തു, ഓഫീസിൽ പോയി കൊടുത്തു. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മളെ MLA KK രമ MLA ആയപ്പോൾ MLAക്ക് 2 പ്രാവശ്യം ഞങ്ങൾ ഈ DPRും നിവേദനവും കാര്യങ്ങളൊക്കെ തന്നെ രമ MLA ആയതിനു ശേഷവും കൊടുത്തു. അതേപോലെ തന്നെ ഇപ്പോൾ ഷാഫി പറമ്പിൽ MP വന്നപ്പോൾ അങ്ങാടത്താഴ് വെച്ച് നിവേദനം കൊടുത്തു. ഓഫീസ് പോയി വീണ്ടും ഞങ്ങൾ നിവേദനം കൊടുത്തു. ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇതുവരെ ഞങ്ങളൊരു സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഈ MP-മാർ ആരും അല്ല ഈ MLA-മാർ ആരും തന്നെ ഞങ്ങൾ കൊടുത്ത നിവേദനത്തിന് ഞങ്ങൾ ഇന്നേ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്ന് ഇന്നേ തീയതി വരെ ഞങ്ങളോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സങ്കടകരമായ ഒരു അവസ്ഥ. 24/11/23 ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ വടകര നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ നിവേദനം കൊടുത്തു. ആ നിവേദനം കൊടുത്തതിൻ്റെ റെസീറ്റ് ഞങ്ങൾക്ക് കൈ കിട്ടി. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞങ്ങൾക്ക് 12/1/24 അതിൻ്റെ മറുപടിയും കിട്ടി. ഈ മറുപടിയും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് റെയിൽവേ ഡിവിഷണൽ അവിടുന്ന് വന്ന ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ KK രമ MLA ഒക്കെ ഞങ്ങളിത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെ മറുപടി കിട്ടിയിട്ടുണ്ട്. ഈ തരത്തിൽ പോകുമ്പോൾ നമുക്ക് ഈ റെയിൽവേ ഗേറ്റ് എടുത്തു പോയാൽ വലിയ പ്രയാസമുണ്ട് എന്നൊക്കെ ആ ബഹുമാനപ്പെട്ട MLA-നോടും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഒക്കെ തന്നെ ഞങ്ങൾ നിരവധി പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഈ പെട്ടെന്ന് പൊടുന്നനെയാണ് ഇവർ RMB UDF എന്ന സഖ്യത്തിൻ്റെ പേരിൽ കോട്ടക്കടവിൽ ഒരു കൺവെൻഷൻ ചേർന്നു. ഇന്നലെ കൺവെൻഷൻ ചേർന്നു. ഒരു കത്ത് പോലും നമ്മളെ കമ്മിറ്റിക്ക് തന്നില്ല. ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന ആളുകളും കൂടി അതിലുണ്ടായിരുന്നു. അവരാണ് ഈ കൺവെൻഷൻ നടത്തിയത്. ഞങ്ങൾ ആരെയും ക്ഷണിച്ചിട്ട് പോലുമില്ല. ക്ഷണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കമ്മിറ്റി ആലോചിച്ച് അതിലും കൂടി പങ്കെടുക്കാൻ ഞങ്ങൾക്ക്, കാരണം പൊതു ആവശ്യമാണ്. അവിടെ എല്ലാ വിഭാഗം ആളുകൾക്ക് ആവശ്യമുള്ള ഒരു സംവിധാനമാണ് റെയിൽവേ മേൽപ്പാലം എന്നുള്ളത്. ഈ തരത്തിൽ ഞങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ 16 വർഷം ഇവിടെ MP-മാർ വടകര പ്രതികരിച്ചു പോയി. 5 വർഷം ഇപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ 5 വർഷം പൂർത്തിയാവുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട MLA വടകരയായിട്ട്. ഇന്നേ തീയതി വരെ ഇതിൻ്റെ പേരിൽ ഒരു യോഗം വിളിച്ചു ചേർക്കാനോ ഞങ്ങളൊരു ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർക്കാനോ ഒന്നും തയ്യാറായില്ല. മെനിഞ്ഞാന്ന് 2 ദിവസം മുന്നിട്ട് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു എപ്പോഴാണ് ഈ കാര്യങ്ങൾ. അതിനോട് കുറേ മുമ്പേ ചെയ്തിരുന്നെങ്കിൽ ഇത് എന്തെങ്കിലും നടപടി നീക്കാൻ കഴിയായിരുന്നു. കാരണം ഒരുപാട് കടലാസ് വർക്കുകളും പ്ലാനുകളും കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. 1.5 വർഷം ചുരുങ്ങിയത് ഇത് പിടിക്കും. 35 കോടി രൂപയോളം ഇതിന് ചിലവ് വേണ്ടി വരും. ഈ ഫണ്ട് നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കിഫ്ബിയിലെങ്കിലും ഈ ഫണ്ട് ലഭിക്കുമായിരുന്നു. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഷാഫി പറമ്പിൽ MP അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന MP-മാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയായിരുന്നു. ഒന്നും ഇതുവരെ നടത്താതെയാണ് ഇന്നലത്തെ കൺവെൻഷൻ അവർ വിളിച്ചു ചേർത്തത്. കൺവെൻഷനിൽ അവർ പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും വേണം എന്നാണ് അവർ കൺവെൻഷനിൽ പറഞ്ഞത്. വേണം, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. നേരത്തെ ഒരു കമ്മിറ്റി നിലവിലുള്ളതാണ്. ആ പരാതി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആളുകളെ അറിയിക്കണം, ഞങ്ങൾ നടത്തിയ പ്രവർത്തനം ആളുകളെ അറിയിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം. ഈ മുനിസിപ്പൽ ചെയർമാനെയൊക്കെ ഇതിൽ ക്ഷണിച്ചിട്ടുണ്ടെന്നുള്ളത് ഓരോ തിരക്കുകൊണ്ടാ വരാത്തത് എന്നാണ് പ്രസംഗിക്കുന്നുണ്ട്. ശരിയല്ല. മുനിസിപ്പൽ ചെയർമാൻ ഞങ്ങൾ കൂടി മുനിസിപ്പൽ ചെയർമാനോട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂട്ടായ്മയെ കൂടി ഒരു തീരുമാനം എടുത്താൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ അവരോട് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അവരെന്താണ് ഒരു കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇവരെ ഈ കേന്ദ്രത്തിന്റെ ഒരു ഫണ്ട് ഉണ്ടല്ലോ, ഇതിന്റെ പുറമെ ഒരു 40%
സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു വിധത്തിലെത്തിയ സമയത്ത് ആ സംസ്ഥാന ഗവൺമെന്റ് അത് കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് വൈകി എന്നുള്ള രീതിയിൽ അവിടുന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അതേപോലെ മുനിസിപ്പാലിറ്റി എന്തോ ചെയ്തു കൊടുക്കേണ്ടത് അതും ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെയെല്ലാം ഇന്നലെ അവിടുന്ന് പ്രസംഗത്തിൽ വന്നതാണ്. അതെ 60-40 കൊടുവള്ളി തലശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് കൊടുവള്ളി മേൽപ്പാലത്തിന് വേണ്ടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മെനക്കേട്ട് 40% ഫണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുത്ത് വാങ്ങിക്കൊടുക്കുകയും 60% കേന്ദ്ര ഫണ്ട് ലഭിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുവള്ളി മേൽപ്പാലം വന്നത് എന്നാണ് അവർ പറഞ്ഞത്. ശരിയായിരിക്കാം, ഞങ്ങൾ നിശ്ചയിക്കില്ല. അതേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ആയ ഒരു മണ്ഡലം തന്നെയിലെ കോട്ടക്കടവ് ഉൾപ്പെടുന്ന ഭാഗം എന്തുകൊണ്ട് ഈ 60% ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അദ്ദേഹം നേടിത്തന്നില്ല? അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ്. ഞങ്ങൾ പറയണമെന്ന് വെച്ചാൽ ഒരു ആഭ്യന്തര സഹമന്ത്രിക്ക് കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര സഹമന്ത്രിക്ക് അയാളുടെ മണ്ഡലത്തിൽ ചെലവഴിക്കാൻ ആര് ശുപാർശയും വേണ്ട ഒരു ചെറിയൊരു ഫണ്ട് മാറ്റിവെക്കാൻ അയാൾ സ്വന്തം വിചാരിച്ച് നടക്കുമായിരുന്നു. എന്തുകൊണ്ട് അയാൾ ചെയ്തില്ല? അതേപോലെ തന്നെ MLA നേരത്തെ ഇടപെട്ടിരുന്നെങ്കിൽ ഞങ്ങളും കൂടി പോവുമായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് ഞങ്ങളും പോവുമായിരുന്നു. ഈ അടിയന്തരമായിട്ടുള്ള സാഹചര്യം പരിഗണിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങളും കൂടി ഇടപെട്ടിട്ട് ആ ഫണ്ട് നീക്കിവെക്കാനുള്ള നടപടി എടുക്കുമായിരുന്നു. ഒരു MLAക്ക് 7 കോടി രൂപയാണ് ഒരു വർഷം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നത്. 7-35. കഴിഞ്ഞ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ 50 ലക്ഷം ഫണ്ട് ഉപയോഗിച്ച് ഉദ്ഘാടനത്തിന് വന്ന MLA പറയും ഞാൻ 135 കോടി രൂപയോളം ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചു എന്നുള്ളതാണ്. ശരിയോ തെറ്റോ ഞങ്ങൾക്കറിയില്ല. അങ്ങനെയെങ്കിൽ ഒരു 10-15 കോടി രൂപ ഈ മേൽപ്പാലത്തിന് വേണ്ടി അദ്ദേഹം വിചാരിച്ചാൽ മാറ്റിവെക്കാൻ കഴിയായിരുന്നില്ലേ? CK നാണുമായിട്ട് MLA അതെ ശരിയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരുന്ന സമയത്ത് CK നാണുമായിട്ട് ആ വേദിയിലുണ്ടായിരുന്നു. ശരിയാണ്. ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയം ഇല്ലാന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടത് മേൽപ്പാലാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സമ്മതിനെ വെച്ച ആൾക്കാർക്ക് ഒരു ഉണർവ് വന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു വേദന ഉണ്ട്. ഇവർ ഈ ജനസമൂഹത്തിൽ വരേണ്ട ആൾക്കാരെ ആരെയും വിളിച്ചില്ല. വിളിക്കേണ്ടവർ ഒരു ബോർഡ് വെക്കണമായിരുന്നു. ബോർഡ് വെച്ചിട്ട് ഒരു വെക്കണം, അതിൻ്റെ അകത്ത് വെക്കണം. ജനകീയ കമ്മിറ്റി വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ഇതുണ്ടാവും. അതിലേ വെക്കണ്ടേ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മൾ രാഷ്ട്രീയത്തിനെ പറ്റി പറയുന്നതല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയാലും നമ്മളങ്ങ് കഴിയും. നമ്മളൊരു രാഷ്ട്രീയക്കാരൻ്റെ. പക്ഷേ അത് ശരിയല്ല. അതുകൊണ്ടുള്ള വിഷമങ്ങളും വേദനയും കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ട്. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾ ഗിരീശ നിങ്ങളെ തന്നെ തന്നില്ലേ? നിങ്ങളെ തന്ന ഓരോന്നും അധികം വായിച്ചേ. ഞങ്ങൾ വിളിക്കുന്നാണ്ട് എല്ലാവരും ഞങ്ങളെല്ലാവരും വിളിക്കും. അവിടെ ഒരു പ്രബല കക്ഷിയാണ് BJP, പ്രബല കക്ഷിയാണ് CPM. ഈ 2 കക്ഷികളെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ജനകീയ കമ്മിറ്റിക്ക് രൂപം കൊടുത്തത് ശരിയാണോ? അതല്ല, ശരിയല്ലോ. RMPI എന്ന് പറഞ്ഞാൽ ഞാനത് ഒരു താറ്റ് കാണുന്നില്ല. അതൊരു രാഷ്ട്രീയ പാർട്ടി. അവരെപ്പോഴാണ് വന്നതെന്നും അവരെപ്പോഴാണ് ഇതിൽ ഇടപെട്ടതെന്നും നമുക്കറിയാം. പക്ഷെ അതിനേക്കാൾ ഉത്തരവാദിത്തം ഉള്ള ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 പ്രാവശ്യമാണ് ഒരേ വിഷയത്തിന് വേണ്ടി അവിടെ വന്ന് സംസാരിക്കുന്നത്. അയാളും കൂടി ആലോചിക്കണ്ടേ, ഞാൻ നേരത്തെ വന്നു, അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് കൂടി അയാൾ പറയാൻ ബാധ്യസ്ഥനാണ്. അയാളതൊന്നും അയാൾ പറഞ്ഞില്ല. രേഖാമൂലം എന്ത് ചെയ്തു ഞങ്ങൾക്കറിയണത്. അയാൾ ഇന്നലെ പേരെടുത്ത് പറഞ്ഞില്ല. ഇന്നലെ TP ചന്ദ്രനോ രാജു എന്ന് പറഞ്ഞ പേരെടുത്ത് പറഞ്ഞില്ല. എൻ്റെ പേര് രാജു. അയാൾ പറഞ്ഞു കൊടുക്കേണ്ടതേ, നേരത്തെ പറയേണ്ടതല്ലേ? അയാൾ പറഞ്ഞു ഇത് ശരിയല്ല, ഞങ്ങൾ ചെയ്ത് ഇത് ജനകീയ കമ്മിറ്റിയാണ് വേണ്ടത് അന്ന് അയാൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശരി, ആവശ്യമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അയാളെ ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് പാർട്ടീൻ്റെ ആളായിക്കോട്ടെ ഒരു നേതാവിന് അനുയായികൾ ജയിക്കുമ്പോൾ പോലെ വരും. അത് അവിടെ അന്നാലും മനസ്സിലാവും. ഞങ്ങളറിയാൻ വിളിച്ചതായിട്ട് അറിയില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുനിസിപ്പൽ ചെയർമാനോട് എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഇതിനൊരു കമ്മിറ്റി ഉണ്ടാക്കണം ആവശ്യപ്പെട്ട് എല്ലാവരെയും വിളിക്കും. ഇതിൽ ഒരു പണത്തൂക്കം പോലും രാഷ്ട്രീയം കലർന്ന പൊതുജനങ്ങളുടെ പൊതുവായ ആവശ്യമാണ്. കാരണം അവിടെ ഭയപ്പെടുത്താണ് ആളുകൾ. എന്താ അറിയോ, ഇത് എടുത്തു പോവാണെന്നും ഭയപ്പെടുത്താണ്. അത് യാഥാർത്ഥ്യം ഉണ്ടോ എന്നുള്ളത് ഉത്തരവാദപ്പെട്ട MP മാർക്കോ MLA മാർക്കോ അറിയാൻ കഴിയും. ഞങ്ങൾക്കൊക്കെ അറിയില്ല. അവർ പറയട്ടെ,
അങ്ങനെ റെയിൽവേ ഇത് എടുത്തു കളയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, ആ ഒരു കേസ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫണ്ട് ഈ മുനിസിപ്പാലിറ്റി കൊടുക്കണം എന്നുള്ള രീതിയിൽ എന്തോ പ്രസംഗിച്ചവിടെ അങ്ങനെ അത് എനിക്കറിയില്ല. ഇതിന്റെ ഈ 75-ൽ ഇത് 73-ൽ ഇത് വന്നപ്പോൾ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ശമ്പളം വടകര നഗരസഭയാണ് ഇന്ന് വരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്. അത് കൊടുക്കാതിരിക്കാൻ അതിന് വേണ്ടിയിട്ടല്ലേ പറയേണ്ടത്. അത് പറയാ ഇതുവരെ ആരും പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ മുനിസിപ്പൽ ചെയർമാന്റെ മുമ്പാകെ നമുക്ക് ഈ കമ്മിറ്റിയിലെ ആളുകളും കൂടി അറിയിച്ചെങ്കിൽ നമ്മൾ പോവായിരുന്നു. അവരും കൂടി ഉൾപ്പെടും. അപ്പൊ എന്തുകൊണ്ട് അവരിത് പറഞ്ഞില്ല? ഈ മറച്ചു വെക്കുന്നുണ്ട് ആവശ്യമില്ലല്ലോ. നമ്മളും കൂടി ഉൾപ്പെട്ട കമ്മിറ്റി എന്നുള്ള മുനിസിപ്പൽ ചെയർമാൻ്റെ അടുത്ത് നമ്മൾ പോകും. ഈ RMPയും UDFും കൂടി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത് ശരിയായില്ല എന്നുള്ളതാണല്ലോ ഇവിടെ അഭിപ്രായം. ശരിയായില്ല അഭിപ്രായമൊന്നുമില്ല. അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലൈനിൽ അവരെ ശരിയാണ്. ഇത് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്ന പട്ട് കാണുന്ന കുറെ കഥകൾ പറഞ്ഞിട്ട് അതും കഥകൾ ഒരിക്കലും കഥകളല്ല, യാഥാർത്ഥ്യങ്ങളാണ്. ഇതിന്റെ ഒക്കെ രേഖ നിങ്ങൾ ആവശ്യപ്പെട്ട് ഞങ്ങൾ തരാം. 16 വർഷം കൊണ്ട് ഇവരെന്ത് ചെയ്ത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നല്ല. അത് എന്ത് രേഖ ഞങ്ങൾക്ക് വെറുതെ സംസാരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. കൃത്യമായിട്ട് ഇന്നത്തെ ആളുകളെ കണ്ടു, ഇന്നത്തെ രൂപത്തിൽ ചെയ്തു, ഇന്നത്തെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് മറുപടി കിട്ടിയത് എന്ന് അറിയിക്കേണ്ട ഒരു പ്രാഥമിക മര്യാദ അവരില്ലേ? ചെയർമാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർക്കാനും ഞങ്ങളും കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഈ കമ്മിറ്റി കൂടുതൽ വിജയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എതിർപ്പില്ല, അവരുടേതായിട്ടുള്ള വഴിക്ക് നടക്കട്ടെ. പത്രസമ്മേളനത്തിന്റെ കാര്യം എന്താണ്? അതായത് നിങ്ങൾക്ക് ഒരു നടത്തിയ പ്രശ്നവും ഇല്ല, വിഷയവും ഇല്ല, ഒന്നുമില്ലെങ്കിൽ പത്രസമ്മേളനത്തിന്റെ ഒരു ഉദ്ദേശം ഉണ്ടാവില്ല. ഉദ്ദേശം വെച്ചാൽ ബഹുജനങ്ങൾ അറിയണം, ഈ കമ്മിറ്റി നടത്തിയ പ്രവർത്തനം ബഹുജനങ്ങൾ അറിയണം. അതായത് നിങ്ങൾ നിലവിൽ മുന്നേ ചെയ്തു വെച്ച കാര്യങ്ങൾ നാട്ടുകാരാണ്. അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ അറിഞ്ഞേ പറ്റിയോ? കാരണം ഒന്നും ചെയ്തില്ല എന്നുള്ള തെറ്റിദ്ധാരണ ആളുകൾക്ക് വന്നേക്കാം. പറയാൻ കഴിയില്ല. RMPയും UDFും അവിടെ ഈ മേൽപ്പാലത്തിന് രാഷ്ട്രീയവൽക്കരിച്ചു എന്നാണ് ആരോപണം. അല്ല, അങ്ങനെ ധരിക്കാം. അങ്ങനെ ധരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ചിലപ്പോ വേറെ ഇവർ ക്ഷണിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അല്ല, ഞങ്ങൾ എല്ലാവരും വേണം എന്നുള്ള അഭിപ്രായം ഞാൻ നേരത്തെ തുറന്നു പറഞ്ഞില്ലേ, എല്ലാവരും വേണം. ഇതില് ഞങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഈ ഫോട്ടോ കാണിച്ചതെന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക SNDP പിണറായിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അറിയില്ല. അയാളൊരു രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നില്ല, അയാളൊരു പൊതുകാര്യ പ്രസക്തനാണ്. അവരൊക്കെ ഒരു ഓണിയത്തുകാരാണ്. അതിൽ ഇപ്പം അടുത്താണ് വെച്ചത്. അയാൾക്ക് രാഷ്ട്രീയമില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ അതുകൊണ്ട് രാഷ്ട്രീയക്കാരായിട്ട് എന്നാളുണ്ട്, CH ഉണ്ട്, അബ്ദുള്ള മാഷുണ്ട്, CK ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഉണ്ടാക്കിയ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ഒരു കൂട്ടായ്മയാണ് ഇത് കാണിക്കുന്നത്. ഈ കൂട്ടായ്മ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഇതിൽ ഒരു പുറമുന്നണി എന്നുള്ള നിലയിൽ വന്നത് ശരിയായില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇനി അവർക്കുണ്ടോ ഇല്ലോന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോ RMPയും UDFും ചെയ്തത് ശരിയല്ല, ഞങ്ങൾ ഇന്ന് എന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ തരത്തിലല്ലേ ഇപ്പൊ ഞാൻ പറയേണ്ടത്? അല്ല, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അല്ല, നിങ്ങൾക്ക് എന്ത്? അല്ല, ഞാൻ ചോട്ടെ, അങ്ങനെ നിലവിലുള്ള ഒരു കമ്മിറ്റി ആവശ്യം പറഞ്ഞല്ലോ സമയത്ത് UDF RMPയും ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നുള്ളതല്ലേ പറയുന്നത്? അങ്ങനെ തോന്നുന്ന ആളുകളെ കുറ്റം പറയാൻ പറ്റുമോ? ഇതിന് ക്ഷണിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ പരിഭവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങളെ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പൊതുവായ ഒരു കമ്മിറ്റി തീർച്ചയായും രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ഓ ശരി, രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്.
ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി 5 മുതൽ 11 വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ. മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷന് പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.